കുമാർ, ഇതിനകത്ത് മറ്റൊരു വിഷയം ബി.ജെ.പിയുടെ മറ്റ് സംസ്ഥാന നേതാക്കൾക്ക് ഒരുപക്ഷെ അവകാശപ്പെടാൻ കഴിയാത്തൊരു ആത്മവിശ്വാസം അയോധ്യ വിഷയം വോട്ടാകും എന്ന് പറയുന്നിടത്ത് ശ്രീ കുമ്മനം രാജശേഖരനുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഒരു രീതി തന്നെ ആ തരത്തിലാണെന്ന് നമുക്ക് മുൻകാല ചരിത്രങ്ങളിൽ നിന്ന് അറിയാം. പക്ഷേ ഇത് വോട്ടാകും കൃത്യമായി എന്ന് പറയുന്നത് മുഴുവൻ കേരളത്തിലെ ജനങ്ങളും ഈ രാമവികാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അത് ചരിത്രപരമായിട്ട് കൂടി ബന്ധപ്പെട്ടാണ് എന്ന് പറയുന്നിടത്തൊരു വലിയ ആത്മവിശ്വാസമുണ്ട്. അത് വർക്കൗട്ട് ആകും. അത് വികസന പദ്ധതികൾ ഉണ്ടെങ്കിൽ പോലും ഇതാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുക എന്ന് പറയാനുള്ള ധൈര്യം ഒരുപക്ഷെ കേരളത്തിലെ മറ്റ് ബി.ജെ.പി നേതാക്കൾക്ക് ഉണ്ടാകുമോ എന്നുള്ള കാര്യം സംശയമാണ്. അങ്ങനെ താങ്കൾക്കും തോന്നുന്നില്ലേ ശ്രീ എൻ ശ്രീകുമാർ? ഇതില് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ കാണേണ്ടത്, അതായത് കുമ്മനം രാജശേഖരൻ ബി.ജെ.പി നേതാവ് എന്നതിലുപരി അദ്ദേഹം ഹിന്ദു ഐക്യവേദിയുടെ പ്രസിഡന്റോ സെക്രട്ടറിയൊക്കെ ആയിരുന്നു. നിലയ്ക്കൽ സമരമൊക്കെ നമുക്കറിയാം. അദ്ദേഹം ഒരു ബി.ജെ.പിക്കാരനായിട്ട് പൂർണ്ണമായിട്ടും കാണാൻ ഞാൻ തയ്യാറല്ല. അദ്ദേഹം ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റായി. അത് എങ്ങനെ ആ പ്രസിഡന്റ് ആയത് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. അദ്ദേഹം നേരിട്ട് ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തനം നിന്ന് വ്യത്യസ്തമായ ഒരു മണ്ഡലത്തിൽ രാഷ്ട്രീയത്തിലേക്ക് വരികയായിരുന്നു. പെട്ടെന്ന് തന്നെ അദ്ദേഹം ഗവർണറായി പോവുകയും ചെയ്തു. പിന്നെ അദ്ദേഹത്തെ തിരിച്ചുകൊണ്ടിരുന്നത് തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാനാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ശ്രീ കുമ്മനം രാജശേഖരന് ഒരു ഹൈന്ദവ മുഖം എക്കാലത്തും ഉണ്ട്. അത് രാഷ്ട്രീയ മുഖമല്ല. അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ മത്സരിപ്പിച്ച് നോക്കിയത്. നല്ല വോട്ട് കിട്ടുകയും ചെയ്തു. ആ ഒരു മനസ്സ് ഉള്ള കുമ്മനം ഈ രാമക്ഷേത്രം മുഖ്യ അജണ്ടയായിട്ട് ഉയർത്തും, ഒരു സംശയമൊന്നുമില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്നും ഒരു പൂർണ്ണ ബി.ജെ.പി രാഷ്ട്രീയക്കാരനായി, ഒരു കുതന്ത്രങ്ങളൊക്കെ ഉള്ള രാഷ്ട്രീയക്കാരനായി അദ്ദേഹത്തിന് വരാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ പൂർവ്വകാല ചരിത്രം അതായിരുന്നു. പ്രത്യേകിച്ച് നിലയ്ക്കൽ സമരമൊക്കെ ഓർമ്മയുള്ള നമുക്കറിയാൻ പറ്റുമത്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ അദ്ദേഹത്തിന് പറയാവുന്ന ഒരു അജണ്ട രാമക്ഷേത്രമാണ്. അതിലിപ്പോൾ ഞാനത് തള്ളിക്കളയുന്നില്ല. കാരണം ഈ രാമക്ഷേത്രം എന്നുള്ളൊരു വികാരം ഒരു വിഭാഗം ഹിന്ദുക്കൾക്കിടയിൽ ഇപ്പം ശക്തമാണ്. പക്ഷെ അവരാരും മുൻപ് കോൺഗ്രസിനോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റോ ഒന്നും വോട്ട് ചെയ്തവരാണ് എന്ന് ചോദിച്ചാൽ ഒരു 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 വളരെ ഒരു 1000-ൽ ഒരാൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയൊക്കെ തന്നെ ഉള്ളൂ. അല്ലാണ്ട് അങ്ങനെയൊന്നും കൂടുതലൊന്നുമില്ല. പക്ഷെ ഒരു വികാരം ഉണ്ടാക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അവിടെ നിന്നുള്ള ഈ നമ്മുടെ പ്രസാദമൊക്കെ വീടുകളിലൊക്കെ എത്തിച്ച് അങ്ങനെയുള്ള ചില ഒരു രാഷ്ട്രീയമായ നീക്കമൊക്കെ നടത്തിയവരൊക്കെ അതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, തൃശ്ശൂർ തൃപ്രയാർ ക്ഷേത്രത്തിൽ നരേന്ദ്രമോദി, പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി വന്നു. ഈ തൃപ്രയാർ ക്ഷേത്രം എത്രയോ വർഷമായിട്ട് തൃശ്ശൂരിലുള്ളതാണ്. എനിക്കൊന്ന് ബി.ജെ.പിയുടെ പ്രമുഖ നേതാക്കളൊന്നും തൃപ്രയാർ ക്ഷേത്രത്തിൽ അങ്ങനെ സന്ദർശനം നടത്തിയിട്ട് വലിയ ചരിത്രമൊന്നും സൃഷ്ടിച്ചായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ ഇപ്പോഴാണോ ശ്രീരാമൻ തൃപ്രയാർ അപ്പനായിട്ട് വന്നിരുന്നത്? നോക്കൂ, തൃപ്രയാർ ഏകാദശി എന്നൊരു സംഭവമുണ്ട്. തൃപ്രയാർ ഏകാദശി തൃശ്ശൂർക്കാരാണ് അത് ആചരിക്കുന്നത്, അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയ്ക്ക് പുറത്തുള്ള തൃശ്ശൂർക്കാര്. അല്ലാണ്ട് വേറെ ഏതെങ്കിലും ജില്ലക്കാര് തൃപ്രയാർ ഏകാദശി അങ്ങനെ കൊണ്ടാടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഇപ്പൊ അതിനൊക്കെ ഒരു പുതുമ വന്നിരിക്കുന്നു. അതൊക്കെ വരട്ടെ, നല്ല കാര്യമാണ്. പക്ഷെ ബി.ജെ.പിക്ക് കേരളത്തില് അവർക്ക് സ്വാധീനം, കേരളത്തിലെ ഈ ചരിത്രപരമായിട്ട് കൂടി ഇതിനകത്ത് ബന്ധമുണ്ട് എന്ന രീതിയിൽ അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഞാൻ അതിന്റെ ഒരു ലോജിക്കിലേക്ക് കടക്കുന്നില്ല. പക്ഷെ അത് വോട്ടാകുമെന്ന് പറയുന്നിടത്ത് ശബരിമല ഉയർത്തുന്നത് പോലെ അയോധ്യ ഉയരും ജനങ്ങൾക്കിടയിൽ എന്നുള്ള ഒരു ആത്മവിശ്വാസമുണ്ടല്ലോ. അത് ചോദ്യം ചെയ്യപ്പെടുമോ? അമ്പരവിഡ്ഢിത്തം. അതായത് 2014 ശേഷമാണോ ഈ ത്രേതായുഗത്തെ പറ്റിയും ശ്രീരാമനെ സീതയെ പറ്റിയും അതുപോലെ കേരളത്തിലുള്ള നമ്മുടെ ഇതിഹാസങ്ങളെ ഇത് വോട്ടാക്കാനാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത മലയാളികളാണോ ഇവിടെ ഉള്ളതെന്നാണ്? അല്ല, എങ്ങനെ വോട്ടാവും? ഇതൊക്കെ എത്രയോ ഒരു കോൺഗ്രസ്സുകാരൻ ശരാശരി ഹിന്ദുവാണ്. അതുകൊണ്ടാണ് അയാൾ മതേതരത്വത്തെ എപ്പോഴും ഇഷ്ടപ്പെടുന്നത്. നേരെ മറിച്ച് ബി.ജെ.പിയിലുള്ള ഹിന്ദുക്കളെ എന്ന് പറയുന്നത് അവർ പൂർണ്ണമായും മതേതരവാദികളാണോ എന്ന് അവരോട് ചോദിക്കൂ നിങ്ങൾ. ഇവിടെ ശ്രീ കുമ്മനം രാജശേഖരൻ ക്രൈസ്തവ വിഭാഗത്തെക്കുറിച്ച് ആ ഇന്റർവ്യൂവിൽ അപർണയോട് പറഞ്ഞു. പക്ഷെ അത് ഒറ്റ ചോദ്യം തിരിച്ച് ക്രൈസ്തവർ ചോദിക്കുന്നുള്ളൂ. മണിപ്പൂർ എന്താണ് പ്രധാനമന്ത്രി പോകാത്തത്?